അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളിക്കളയണം. ആരെയും നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം, സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ? അത് മുത്തുനബിയാണെങ്കിൽ പോലും പറഞ്ഞിപ്പോ എവിടെത്തി? ഇവിടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചെന്താ അറിയോ? ഖുർആൻ പോലും അന്ധമായി അനുകരിക്കരുത്. ആദ്യം സഹാബത്തിനെ തള്ളി, മുമ്പ് താബിയങ്ങളെ തള്ളി, അതിന്റെ മുമ്പ് നമ്മൾ ഉസ്താദന്മാരെ ഇമാമിങ്ങളും തള്ളി, പിന്നെ ഹദീസ് തള്ളി. ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടി കയറി വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇവിടുന്ന് പ്രസംഗിച്ചെന്താ അറിയോ? വിശുദ്ധ ഖുർആൻ അന്ധമായി അനുകരിക്കരുത്. നമ്മളൊക്കെ ഒന്ന് ഖുർആൻ കിട്ടിയെന്ന് നോക്കണം, നമുക്ക് പറ്റൂലേ? പറ്റുമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. അതിന് തെളിവെന്താ? ആയത്ത് കേട്ടോളുന്നുണ്ട്. ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. ദൈവിക സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത്. ഖുർആൻ നൽകുന്ന സൂചനയാണ്. ഖുർആൻ നമ്മോട് പറയുന്നതാണ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പോലും അന്ധമായിട്ട് അനുകരിക്കരുത്. നമ്മളൊന്ന് ആലോചിക്കണം, ബുദ്ധിക്ക് കൊള്ളൂലേ? പറയട്ടെ. അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 25-ാം അധ്യായത്തിലെ 73 വചനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട്. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഈ പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അല്ലാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്നു തന്നെയാണ്. കണ്ടോ എന്താ പറഞ്ഞത്? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്ത്, മുഅ്മിനീങ്ങൾ അടയാളം പറഞ്ഞ വൈബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന എന്നിങ്ങനെ തുടങ്ങി മുഅ്മിനീങ്ങൾ അടയാളം പറഞ്ഞു കൊണ്ടുവന്നിട്ട് അല്ലാഹു പറഞ്ഞു വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഈ ആയത്ത് ഓതിയിട്ട് പറയാണ്, ഈ ആയത്തിന്റെ താല്പര്യം ഖുർആനൊന്നും നമ്മൾ അന്ധമായിട്ട് അനുകരിക്കരുത് എന്നാണ്. ഈ ആയത്തിന് ഈ അർത്ഥം ആര് പറഞ്ഞു? നേരത്തെ സയ്യിദുൽ ഇവിടെ പറഞ്ഞല്ലോ, സംവാദത്തിനാണ് ഇവിടെ കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് പറയാനുണ്ട്, ഈ ആയത്ത് വെച്ച് മുജാഹിദ് സമ്മേളനത്തിലെ വലിയൊരു പ്രശ്നമാണിത്. ഇത് ഓതിയ ആളാരറിയോ? മുജാഹിദിന്റെ വലിയ നേതാവായിരുന്ന അമാനി മൗലവിയുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ട് ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അന്ധമായി അനുകരിക്കാൻ പാടില്ല. അതിന് തെളിവെന്താ? ഈ ആയത്താണ്. എന്താണ് ആയത്തിൽ അള്ളാഹ് പറഞ്ഞത്? ഈ ആയത്തിൽ എന്ത് പറഞ്ഞു? ഇതിന് മറുപടി ഇയാളെ വല്യപ്പതിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അത് വായിക്കാം. അമാനി മൗലവിയുടെ തഫ്സീറും വായിക്കാം, അദ്ദേഹത്തിന്റെ പരിഭാഷ ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ ആയത്തുകൾ മുഖേന ഉപദേശിക്കപ്പെടുന്ന അവസരത്തിൽ അവിശ്വാസികളും കപടവിശ്വാസികളും ചെയ്യാറുള്ളത് പോലെ അശ്രദ്ധയും അവഗണനയും അവർ കാണിക്കുകയില്ല. നേരെ മറിച്ച് കണ്ണും കാതും കൊടുത്ത് സശ്രദ്ധം അത് മനസ്സിലാക്കുകയും സബഹുമാനം അത് സ്വീകരിക്കുകയും ചെയ്യുവാൻ ആവേശപൂർവ്വം തയ്യാറാവുകയാണ് ചെയ്യുക. ഇയാൾ പറഞ്ഞ നേരെതിരെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ കേട്ടാൽ മുഅ്മിനീങ്ങൾ വളരെ ശ്രദ്ധയോടുള്ള സ്വീകരിക്കുമെന്നാണ് അമാനി മൗലവി പറഞ്ഞത്. എന്നിട്ട് അമാനി മൗലവി ഒന്നുകൂടി പറയുന്നുണ്ട്, ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ അല്ലെങ്കിൽ താല്പര്യപൂർവ്വം ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് ഉപദേശിക്കപ്പെടുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കാതെ വിമർശന ബുദ്ധ്യാ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നല്ല ഈ വചനത്തിന്റെ സാരം. പേരക്കുട്ടിക്ക് വല്യപ്പ നേരത്തെ മറുപടി ഉറച്ചിട്ടുണ്ട്. അങ്ങനെ ആയത്തിന് അർത്ഥം വെക്കാൻ പാടില്ല. നോക്ക്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. എന്നിട്ട് നമ്മളെ ബുദ്ധി കൊള്ളുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ, ഇല്ലെങ്കിൽ പറ്റൂല. എന്നിട്ട് അമാനി മൗലവി പറയാണ്, ഈ പറയുന്നത് കേവലം അസംബന്ധവും അതിര് കവിച്ചലുമാകുന്നു. ഇതല്ലേ സയ്യിദുൽ കൂടെ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ നമ്മുടെ ഇഷ്ടത്തിന്. ഇതാരവിടെ തുടങ്ങി വെച്ചത്? ഇതവിടെ ആരാ തുടങ്ങി വെച്ചത്? CN അഹമ്മദ് മൗലവി. അദ്ദേഹത്തിന്റെ വാദം എന്തായിരുന്നു? ഖുർആനിലെ ആയത്തുകളുമൊക്കെ നമ്മളെ ബുദ്ധിക്ക് കൊള്ളുന്നില്ലെങ്കിൽ നമ്മളെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കണം. അദ്ദേഹം വ്യാഖ്യാനിച്ചു എന്താ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കടലിലേക്ക് പോയിട്ട് അല്ലാഹു തആല കടലിനെ അടിക്കാൻ പറഞ്ഞല്ലോ, വടിയുണ്ട്. അടിച്ചപ്പോൾ കടൽ പിളർന്നില്ലേ? അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാ? ഒരു വടിയുണ്ട് അടിക്കുമ്പോൾ ഇങ്ങനെ കടലെങ്ങനെ പിളരുക? എന്നിട്ട് എങ്ങനെ ആയിക്കൂടി നടന്നു പോകുക? അത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം വ്യാഖ്യാനിച്ചു, മൂസാ നബി എന്ന് പറഞ്ഞാൽ കടലിന്റെ വേലിയേറ്റം അറിയുന്ന ആളാണ്, വേലി ഇറക്കം അറിയുന്ന ആളാണ്. അതുകൊണ്ട് വടി കുത്തിയിട്ട് എവിടേക്കാണ് ആഴുള്ളത്, ആയല്ലാത്തതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയി.
കടൽ കൂടി വടികുത്തിയിട്ട് പോയി. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചാണ്. അത് ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം വലിയ താല്പര്യപൂർവ്വം പറയുന്നുണ്ട്. അന്ന് CN അഹമ്മദ് മൗലവി നല്ല മനസ്സുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചെന്നപ്പോ പ്രസംഗിക്കുന്നത്. CN അഹമ്മദ് മൗലവി ഖുർആൻ അങ്ങനെ ദുർവ്യാഖ്യാനിച്ചത് വേറെ ഒരുപാടുണ്ട്. ഒരു പെട്ടി വന്നതിനെ വെച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ പെട്ടി മലക്കുകൾ ചുമക്കെന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ഇങ്ങനെ പെട്ടി ചുമന്നുകൊണ്ടുക. അപ്പൊ അമാനി പോലെ CN അഹമ്മദ് മൗലവി പറഞ്ഞു, അത് മലക്കുകൾ എന്നല്ല അർത്ഥം, കാളവണ്ടി എന്നാണ് അർത്ഥം. മലക്കുകൾ കാളവണ്ടിയായി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഉറുമ്പ് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ CN അഹമ്മദ് മൗലവി ചിന്തിച്ചു, എങ്ങനെ ഇപ്പൊ ഉറുമ്പ് സംസാരിക്കാം? അപ്പൊ CN അഹമ്മദ് മൗലവി പറഞ്ഞു, ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ നംലത്ത് ഗോത്രത്തിൽപ്പെട്ട ആ ഗോത്രത്തിലെ അറിയപ്പെട്ട പെണ്ണ് സംസാരിച്ചു എന്നാണ് അർത്ഥം. ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വ്യാഖ്യാനിക്കണം, ദുർവ്യാഖ്യാനിക്കണം. അങ്ങനെ ഒരു വ്യാഖ്യാനിച്ചതിനെ ഇപ്പൊ ഒരു മൗലവി പറയാണ് അതൊക്കെ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്. കേൾക്കും നിങ്ങൾ. അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി. ഞാനിത് വളരെ കരുതി കൂട്ടിയാണ് ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ്. അദ്ദേഹം എന്താ ചെയ്തത്? നിങ്ങൾ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ അമുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം മൂസാ നബി അലൈഹി സ്വലാം കടലിൽ അടിച്ചപ്പോൾ കടല് പിളന്നു, എന്നിട്ട് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്നിപ്പോ ഒരു അമുസ്ലിം വായിച്ചാൽ ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അദ്ദേഹത്തിന്, അല്ലേ? അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത് സഹോദരങ്ങളെ. സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂല. അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു. കണ്ടോ, സുന്ദരമായി വ്യാഖ്യാനിച്ചു. ഏതിനെ? ഖുർആനെ. മൂസാ നബി ഇങ്ങനെ വടികുത്തിപ്പോയി എന്ന് വ്യാഖ്യാനിക്കുക. പിന്നെയോ ഉറുമ്പ് സംസാരിച്ചു എന്നല്ല, അതൊരു ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പെണ്ണ് സംസാരിച്ചെന്ന് വെച്ചാൽ മതി. ഇങ്ങനെ ഖുർആൻ അത് വ്യാഖ്യാനം ചെയ്യുക. എന്നിട്ട് അതിന് ആയത്ത് തെളിവുദ്ധരിക്കുക. എവിടെ വെച്ചുകൊണ്ട് എന്താ ആയത്ത് പറഞ്ഞത്? വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മുൻ വഉംയാനാ. ഈ ആയത്ത് അല്ലാഹു അങ്ങനെ ഉദ്ദേശിക്കാത്ത അർത്ഥമാണ് ഇവരിവിടെ പറഞ്ഞത്. അങ്ങനെ പറയുന്നതിന്റെ വിധി എന്താണ് നമ്മൾ പറയേണ്ട. ഇതിന് മറുപടി KNMകാർ പറയുന്നുണ്ട്, അവർ പറയട്ടെ, അനസ് മൗലവി പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നൊരു വിധി എന്താകും എന്നുള്ളത്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ ആ ആയത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞോ അതിനെതിരാണ് ഈ പറയുന്നത്. റബ്ബ് എന്ത് പറഞ്ഞോ അതിന് നേരെ എതിരാണ് പറയുന്നത്. എന്താ അവിടെ ഖുർആൻ പറഞ്ഞു? വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ ആയത്ത് കേട്ടാൽ അവൻ അതിനെ അന്ധമായി അനുകരിക്കാൻ പാടില്ല എന്നാണോ ഖുർആൻ പറയുന്നത്? അതല്ല, നേരെ എതിരാണോ? നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹ് പറഞ്ഞത് നേരെ എതിരാണ്. ഈ പറഞ്ഞതിന് നേരെ എതിരാണ് ആ ആയത്തിലുള്ളത്. ആ ആയത്തിന്റെ ആശയം ഈ പറഞ്ഞ ആശയത്തിന് നേരെ എതിരാണ്. ഒരു മനുഷ്യൻ കാഫിറാകുന്ന, കുഫറിൽ അകപ്പെട്ടു പോകുന്ന കലിമത്താണ് ആ പറഞ്ഞത്. അള്ളാഹ് എന്ത് വാക്കാണ് പറഞ്ഞത്? കുഫറിൽ അകപ്പെട്ടു പോകുന്ന വാക്കാണ് ഈ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത്. അപ്പൊ ഇത് തിരുത്തണ്ടേ? നമ്മുടെ ബാധ്യതയല്ലേ? ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കണേ, സമ്മേളനം വെക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ബാധ്യതയല്ലേ? കുഫറിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന വ്യാഖ്യാനമാണ് വിശുദ്ധ ഖുർആനിനെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നൽകിയതെന്ന് മുജാഹിദിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽപ്പെട്ട അനസ് മൗലവി പറയുകയാണ്. ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ വിവാദങ്ങൾ അവിടെ ഉണ്ടാക്കിയത്. ഓരോ സമ്മേളനം കഴിയുമ്പോഴും ഒരു സുന്നത്ത് വിധേയത്താക്കും. കാസർഗോഡ്